ഹായ് സുഹൃത്തുക്കളെ, ഇന്നത്തെ നമ്മുടെ വിഷയം നിങ്ങളുടെ പ്രണയം തകർന്നു. അതായത് നിങ്ങൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് പറഞ്ഞ് വിട്ടിട്ട് പോയോ. അപ്പോൾ ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നിക്കും. ഹായ് കൂട്ടുകാരെ, ജസ്റ്റ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകും. ഓക്കെ, അപ്പോൾ ഇതിനായി ഒരു ലവ് അട്രാക്ഷൻ മെത്തേഡ്. ഓക്കെ, തീർച്ചയായും ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകും. അതിലുപരി ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെടും. വീഡിയോ ഇഷ്ടമാകുവാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതോടൊപ്പം തന്നെ ആ ഒരു ബെൽ ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ ആ ഒരു ഓൾ ബട്ടൺ കൂടി പ്രസ് ചെയ്യുക. എങ്കിലേ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസുകൾ ഓൺ ദ സ്പോട്ടിൽ നിങ്ങൾക്ക് ലഭിക്കത്തുള്ളൂ. ഓക്കെ, അപ്പോൾ നിങ്ങൾ ആഗ്രഹിച്ച, നിങ്ങൾ ഇഷ്ടപ്പെട്ട, നിങ്ങൾ സ്നേഹിച്ച, നിങ്ങൾ പ്രണയിച്ച നിങ്ങളുടെ വ്യക്തി നിങ്ങളെ വേണ്ട എന്ന് കരുതി ഇട്ടേച്ച് പോയി. ഓക്കെ, അപ്പോൾ ആ വ്യക്തി ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യും. അതായത് നിങ്ങൾ വീണ്ടും ഒന്നിക്കാൻ പോകുന്നു. ഓക്കെ, അപ്പോൾ ഈ ലോകത്ത് മിക്ക ആൾക്കാരും പ്രണയിക്കുന്നുണ്ട്. ഇത് പറഞ്ഞാൽ എൻ്റെ ഇൻസ്റ്റാഗ്രാമിലും അതേപോലെ തന്നെ എന്നെ ഒത്തിരി ആൾക്കാർ വിളിക്കുന്നുണ്ട്. ബ്രോ, ഇങ്ങനെ ഞാൻ സ്നേഹിച്ചു, പക്ഷേ ആ വ്യക്തി അല്ലെങ്കിൽ അവൾ ഇട്ടിട്ട് പോയി. ഓക്കെ, ഇൻസ്റ്റാഗ്രാമിലും ഒരുപാട് മെസ്സേജ് വരുന്നുണ്ട്. അപ്പോൾ മിക്ക ആൾക്കാരും ഇന്നത്തെ കാലത്ത് പ്രണയിക്കുന്നുണ്ട്. വിവാഹം കഴിഞ്ഞ ആൾക്കാരും പ്രണയിക്കുന്നുണ്ട്, വിവാഹം കഴിയാത്ത ആൾക്കാരും പ്രണയിക്കുന്നുണ്ട്. ഓക്കെ, അപ്പോൾ പ്രണയിക്കുന്നത് അതൊക്കെ ഓരോരുത്തരുടെ ചോയ്സാണ്, നിങ്ങളുടെ താല്പര്യം, നിങ്ങളുടെ ഇഷ്ടം. അത് ഞാൻ കുറ്റം പറയില്ല, കാരണം ഓരോരുത്തരുടെയും ജീവിത സാഹചര്യമാണ് ഓരോരുത്തരെയും ഇതിലേക്ക് നയിക്കുന്നത്. ഓക്കെ, അപ്പോൾ അത് ഞാൻ ആരെയും കുറ്റം പറയുന്നില്ല, അതൊക്കെ നിങ്ങളുടെ ചോയ്സ്. ഓക്കെ, അപ്പോൾ എന്തായാലും നിങ്ങൾ ഇഷ്ടപ്പെട്ട ആഗ്രഹിച്ച വ്യക്തി നിങ്ങളെ വിട്ടു പോയി. ഓക്കെ, അപ്പോൾ ഇത് ആരൊക്കെയാണ് ചെയ്യേണ്ടത് എന്ന് ഞാൻ അങ്ങോട്ട് പറഞ്ഞുതരാം. പ്രത്യേകം ശ്രദ്ധിക്കുക. വിവാഹം കഴിഞ്ഞ് പരസ്പരം പിരിഞ്ഞു നിന്ന വ്യക്തികൾക്ക് ചെയ്യാം, ഡിവോഴ്സിൻ്റെ വക്കിൽ നിൽക്കുന്ന വ്യക്തികൾക്ക് ചെയ്യാം, അതേപോലെ തന്നെ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ പരസ്പരം സ്വരച്ചേർച്ചയില്ല, എന്നും വഴക്കാണ്, മുഖാമുഖം നോക്കിയ പ്രശ്നമാണ്, ദേഷ്യമാണ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയുള്ള വ്യക്തികൾക്ക് ചെയ്യാം. ഓക്കെ, അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങളുടെ ജീവിതത്തിൽ ടോട്ടലി പറഞ്ഞാൽ നമ്മളുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ, തടസ്സങ്ങൾ, അതുപോലെ തന്നെ വേർപിരിയൽ, കൂടെ നിൽക്കുന്ന വ്യക്തികൾ ഇട്ടിട്ട് പോവുക, പരസ്പരം ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് ഒരു കാരണവുമില്ലാതെ കളഞ്ഞിട്ട് പോവുക. ഓക്കെ, അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകാൻ കാരണം നമ്മളിലുള്ള ദോഷഫലങ്ങൾ കൊണ്ടാണ്. ഒന്നെങ്കിൽ ആരെങ്കിലും നമ്മൾ വരുത്തിയ ദോഷഫലം, അല്ലെങ്കിൽ നമ്മളിൽ നിന്ന് ഉളവായിട്ടുള്ള ആ ഒരു ദോഷഫലം. ഓക്കെ, അപ്പോൾ പൊതുവെ പറഞ്ഞാൽ സത്വദോഷം, ദൃഷ്ടിദോഷം, നാളുദോഷം, വാസ്തുദോഷം, അതേപോലെ തന്നെ നെഗറ്റീവ് എനർജിയുടെ ആധിക്യം, പ്രത്യേകിച്ച് നമ്മൾ താമസിക്കുന്ന സ്ഥലത്തുള്ള നെഗറ്റീവ് എനർജിയുടെ ആധിക്യം. ഓക്കെ, അപ്പോൾ ഇങ്ങനെ ഒരുപാട് ദോഷങ്ങളുണ്ട്. ഓക്കെ, അപ്പോൾ ഇതിൽ ഏതെങ്കിലും ഒരു ദോഷം നമ്മൾക്കുണ്ടെങ്കിൽ നമ്മുടെ ജീവിതത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിക്കും. എത്ര ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച വ്യക്തിയായാലും ഒരു കാരണവും കൂടാതെ നിസ്സാര കാരണത്തിന് ഗുഡ് ബൈ പറഞ്ഞു പോകും. ഓക്കെ, ഒരിക്കലും അവരെ കുറ്റം പറയാനും കഴിയില്ല, കാരണം ദോഷങ്ങൾ അവിടെ വന്നുപോയി. ഓക്കെ, അപ്പോൾ ഒന്നെങ്കിൽ നിങ്ങൾ എന്തൊക്കെയാണ് ദോഷങ്ങൾ എന്നുള്ളത് കണ്ടുപിടിച്ച് അതിനുള്ള കാര്യങ്ങൾ ചെയ്ത് അത് മാറ്റിയെടുക്കുക. ഓക്കെ, അപ്പോൾ അഥവാ ഇനി അതിനുള്ള സോഴ്സ് ഇല്ല, അതായത് നിങ്ങൾക്ക് അതിനുള്ള സാമ്പത്തികമില്ല എങ്കിൽ വിഷമിക്കേണ്ട. അതിനുവേണ്ടി പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ചെയ്തിട്ടുണ്ട്. ആ വീഡിയോയുടെ ലിങ്ക് ഞാൻ ഈ വീഡിയോയുടെ ബോക്സിനകത്ത് കൊടുത്തിട്ടുണ്ട്. ആ വീഡിയോ ഞാൻ പറയും പോലെ രാവിലെ രാത്രി നിങ്ങൾ മെഡിറ്റേഷൻ ചെയ്താൽ മതി. ഓക്കെ, വളരെ വ്യക്തമായിട്ട് ഞാൻ കൊടുത്തിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യേണ്ടത് എന്നുള്ളത്. അത് കണ്ട് നിങ്ങൾ അതേപോലെ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതേപോലെ തന്നെ ഞാൻ പേഴ്സണൽ റീഡിംഗ് നോക്കുന്നുണ്ട്. നിങ്ങളെ ഏത് കാര്യമാണെങ്കിലും നിങ്ങൾക്ക് അറിയാൻ കഴിയും. അതിനുള്ള പരിഹാരവും മറ്റു കാര്യങ്ങളൊക്കെ യൂണിവേഴ്സ് തന്നെ നിങ്ങളെ അറിയിക്കും. അപ്പോൾ അതിനുവേണ്ടി ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഒന്നെങ്കിൽ നിങ്ങളുടെ ചാനൽ ജോയിൻ ചെയ്ത് ഫോൺ നമ്പർ എടുത്ത് വിളിക്കുക. അങ്ങനെ ജോയിൻ ചെയ്യാൻ പറ്റാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങളുടെ ഇൻസ്റ്റാഗ്രാമിൽ ഒന്ന് മെസ്സേജ് അയച്ചാൽ മതി. ബാക്കി പ്രൊസീജിയറും കാര്യങ്ങളും ഞാൻ നിങ്ങളെ അവിടെ അറിയിക്കും. അപ്പോൾ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച് നിങ്ങളെ വിട്ട് പിരിഞ്ഞു പോയ വ്യക്തി ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിനുള്ളിൽ നിങ്ങളുമായി ഒന്ന് ചേരും. ഓക്കെ, നിങ്ങൾ ഒന്നിക്കാൻ പോകും. അപ്പോൾ ഇതൊരു ലവ് അട്രാക്ഷൻ മെത്തേഡാണ്. ഞാൻ എൻ്റെ എല്ലാ വീഡിയോക്കകത്തും പറയുമ്പോൾ തന്നെ ഇതിലും പറയുകയാണ്,
നിങ്ങൾ ഇപ്പോൾ തന്നെ മനസ്സിനെ ഫ്രീ ആക്കുക. മനസ്സിനെ ഫ്രീ ആക്കുക. പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാം, മനസ്സിൽ യാതൊരുവിധ വിഷമിക്കുന്നതായിട്ടുള്ള ചിന്തകളും പാടില്ല. നിങ്ങളെ ബൂസ്റ്റ് ചെയ്യുന്ന, അതായത് ഹാപ്പി ആക്കുന്ന, നിങ്ങളുടെ ബ്രെയിനെ ബൂസ്റ്റ് ചെയ്യുന്നതായിട്ടുള്ള, അതായത് നിങ്ങളുടെ ബ്രെയിനെ ഹാപ്പി ആക്കുന്ന കാര്യങ്ങൾ മാത്രം ചിന്തിക്കുക. ഓക്കെ, അല്ലാതെ നിങ്ങൾ ഒരു വിഷമിക്കുന്ന കാര്യങ്ങളും ചിന്തിക്കേണ്ട. ഓക്കെ, അപ്പോൾ ഇപ്പോൾ തന്നെ നിങ്ങൾ നിങ്ങളുടെ 2 കണ്ണുകളും അടയ്ക്കുക. നിങ്ങൾ ആഗ്രഹിച്ച വ്യക്തി, നിങ്ങൾ ഒരുപാട് 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 സ്നേഹിച്ച വ്യക്തി നിങ്ങളെ വിട്ട് ദൂരെ പോയി. നിസ്സാര കാര്യം പറഞ്ഞ് നിങ്ങളുമായി പിണങ്ങിപ്പോയി. നിങ്ങളെ ഫോൺ ബ്ലോക്ക് ചെയ്തു, വാട്സപ്പ് ബ്ലോക്ക് ചെയ്തു, മെസ്സേജ് ബ്ലോക്ക് ചെയ്തു, കംപ്ലീറ്റ് ആയിട്ട് ബ്ലോക്ക് ചെയ്തു. ഒരു കോൾ ചെയ്യുന്നില്ല, നിങ്ങൾക്ക് അങ്ങോട്ട് കോൾ ചെയ്യാൻ പറ്റത്തുമില്ല. നിങ്ങൾ മനസ്സിൽ കൊണ്ടുവരിക, ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക, ആ വ്യക്തിയെ മനസ്സിൽ കൊണ്ടുവരിക. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് ഒരു 5 സെക്കൻഡ് കണ്ണുകൾ അടച്ച് തന്നെ, ഞാൻ പറയാതെ കണ്ണുകൾ തുറക്കരുത്, കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ മൗനമായിരിക്കുക. മൗനമായിരിക്കുക. ഒരു 5 സെക്കൻഡ് മൗനമായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, കണ്ണുകൾ ആരും തുറക്കരുത്, കണ്ണുകൾ അടച്ചു വെച്ചുകൊണ്ട് തന്നെ നിങ്ങളുടെ മനസ്സിലോട്ട് ഇറങ്ങിപ്പോവുക. നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് ഇറങ്ങിപ്പോവുക. പോയി നോക്കുക, അവിടെ എന്തൊക്കെ വിഷമങ്ങളാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങളുടെ മനസ്സിനെ അലട്ടിക്കൊണ്ടിരിക്കുന്ന വിഷമങ്ങളിൽ ഒന്നാണ് നിങ്ങൾ സ്നേഹിച്ച വ്യക്തി നിങ്ങളെ ഇട്ടേച്ച് പോയത്. ആ ഒരു വിഷമം ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ അങ്ങനെ തന്നെ കടന്നോട്ടെ. അത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട. ബാക്കി വേറെ എന്തൊക്കെ വിഷമങ്ങളാണ് നിങ്ങൾക്ക് ഉള്ളത്, നിങ്ങളെ കരയിപ്പിക്കുന്ന, നിങ്ങളെ വിഷമിപ്പിക്കുന്ന, നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കുന്ന എന്തൊക്കെ വിഷമങ്ങളുണ്ട്, പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾ കൂട്ടുകാരുടെ ചിന്ത, നാട്ടുകാരുടെ ചിന്ത, ബന്ധുക്കളുടെ ചിന്ത എന്ന് ചൊല്ലി ആരുടെയും ചിന്ത വേണ്ട, ആരെയും ചിന്തിക്കേണ്ട, ഒരു ചിന്തയും വേണ്ട. ഇപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത്, നിങ്ങളുടെ മനസ്സിലോട്ട് നിങ്ങൾ ഇറങ്ങിപ്പോയി അവിടെയുള്ള വിഷമങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കിയോ. എന്തൊക്കെ വിഷമങ്ങൾ ഉണ്ടെന്നുള്ളത് നിങ്ങൾക്കിപ്പോൾ കാണാൻ കഴിയുന്നുണ്ട്. ഒന്നും കൂടി നോക്കുക, കംപ്ലീറ്റ് ആയിട്ട് നോക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി എവിടെയൊക്കെ ഏതൊക്കെ വിഷമങ്ങൾ ഒളിഞ്ഞു കിടക്കുന്നുണ്ടെന്നത്. പോയി നോക്കുക, എടുക്കുക, വലിച്ചു ദൂരെറിയുക. നിങ്ങൾ കണ്ട് മനസ്സിലാക്കിയ ഓരോ വിഷമങ്ങളും എടുക്കുക, വലിച്ച് ദൂരെ വീശി എറിയുക, പുറത്തെറിയുക. ഓരോ നാട്ട് പോരട്ടെ, ഓരോ നാട്ട് എടുത്തെറിയുക. ഒന്നും വേണ്ട, ഒരു വിഷമവും വേണ്ട. നോക്കുക, ഇനിയും ഉണ്ട് നോക്കുക. ഓരോരോ സൈഡിൽ കിടപ്പുണ്ട്, നോക്കുക, എടുക്കുക, വലിച്ച് ദൂരെ എറിയുക. ഇനി നിങ്ങളൊരു 5 സെക്കൻഡ് മൗനമായി ഇരിക്കുക. ഒരു 5 സെക്കൻഡ്. ഇനി നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ട് ഒന്നും കൂടി നോക്കുക. ഇപ്പോഴവിടെ നിങ്ങളെ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ച നിങ്ങളെ വിട്ടിട്ട് പോയ ആ വ്യക്തിയുടെ ചിന്തകളും ഓർമ്മകളും മാത്രമാണുള്ളത്. അങ്ങനെ എഴുതുക. ഇപ്പോൾ നിങ്ങളുടെ മനസ്സിൽ ഇപ്പോൾ ഒരു ചിന്തയുമില്ല. ആകപ്പാടുള്ള ചിന്ത നിങ്ങളെ വിട്ടിട്ട് പോയ ആ വ്യക്തിയുടെ ഓർമ്മകൾ. നിങ്ങൾ ഓർക്കുക, നിങ്ങളെ ആ വ്യക്തി എങ്ങനെയൊക്കെ സ്നേഹിച്ചിരുന്നു എന്നുള്ളത് ഓർക്കുക. നിങ്ങൾ മീറ്റ് ചെയ്തിട്ടുള്ള, പരസ്പരം കണ്ടപ്പോഴുള്ള സുന്ദരമായിട്ട് നിമിഷങ്ങൾ ഓർക്കുക, മനോഹരമായിട്ട് ആ നിമിഷങ്ങൾ ഓർക്കുക, അടിച്ചു പൊളിച്ച ആ നിമിഷങ്ങൾ ഓർക്കുക, സ്നേഹം പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയ ആ നിമിഷങ്ങൾ ഓർക്കുക. നിങ്ങൾ ഓർക്കുക. ഇപ്പോൾ ചില വ്യക്തികളുടെ മനസ്സിൽ ഒരു ദേഷ്യം വരുന്നുണ്ട്. ഞാൻ ഇങ്ങനെയൊക്കെ സ്നേഹിച്ചിട്ടും നീ എന്നെ ഇട്ടേച്ച് പോയല്ലോ. റിമൂവ് ചെയ്യുക. ആ ഒരു ദേഷ്യം ഇപ്പോൾ തന്നെ എടുക്കുക, വലിച്ചെടുത്ത് ദൂരെ എറിയുക.
ദേഷ്യം പാടില്ല, ദേഷ്യം പാടില്ല. ആ ദേഷ്യം എടുക്കുക, വലിച്ച് ദൂരെ എറിയുക, ദൂരെ എറിയുക. വേണ്ട, ദേഷ്യം വേണ്ട. ഇനി ഒന്നും കൂടി റിപ്പീറ്റ്. ഇനി നിങ്ങൾ വീണ്ടും ഒരു 5 സെക്കൻഡ് മൗനമായിരിക്കുക. ഒരു 5 സെക്കൻഡ് വീണ്ടും മൗനമായിരിക്കുക. ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ മനസ്സിലോട്ടൊന്ന് ഇറങ്ങിപ്പോവുക. അവിടെ നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ച, ഇപ്പോൾ സ്നേഹിക്കുന്ന ആ വ്യക്തി ഇരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഓർമ്മകൾ ഇരിക്കുകയാണ്. ആ വ്യക്തിയുടെ ഓർമ്മകൾ ഇപ്പോൾ നിങ്ങൾക്ക് ഹാപ്പി നൽകുന്നുണ്ട്. ഒരു ദേഷ്യവും ഇപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തി എടുത്തില്ല. നിങ്ങൾ ആലോചിക്കുക. നിങ്ങളിനി ഇമാജിനേഷൻ ചെയ്യുക. ഇപ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളെ കോൾ ചെയ്യുന്നു. ഇപ്പോൾ തന്നെ ആ വ്യക്തി നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുകയാണ്. നിങ്ങൾ കാണുക. ആ വ്യക്തി ഫോൺ എടുക്കുന്നു. നിങ്ങളുടെ ബ്ലോക്ക് മാറ്റുന്നു. വാട്സപ്പിലും അതുപോലെ തന്നെ വാട്സപ്പ് ഓപ്പൺ ആക്കുന്നു, അതിൽ ബ്ലോക്ക് മാറ്റുന്നു. മെസ്സേജ് ബ്ലോക്ക് ഓപ്പൺ ആക്കുന്നു, അതിൽ ബ്ലോക്ക് മാറ്റുന്നു. നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. മെസ്സേജ് അയക്കുന്നതായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. റിയലായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളെ കോൾ ചെയ്യുന്നതായിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. റിയലായിട്ട് ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളെ ഫോൺ റിംഗ് വന്നുകൊണ്ടിരിക്കുകയാണ്. ആ വ്യക്തി നിങ്ങളെ വിളിക്കുകയാണ്. ഇമാജിനേഷൻ ചെയ്യുക. ഇനി നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യേണ്ടത്, ആ വ്യക്തി നിങ്ങളുടെ തൊട്ടടുത്ത് ഇപ്പോൾ നിൽക്കുകയാണ്. നിങ്ങളുടെ തൊട്ട് അടുത്ത് തന്നെ ആ വ്യക്തി നിൽപ്പുണ്ട്. നിങ്ങളും ആ വ്യക്തിയും അടുത്തടുത്ത് നിൽക്കുകയാണ്. നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്നേഹമെല്ലാം റിയലായിട്ട്, അതായത് ആ വ്യക്തിയിൽ നിന്ന് നിങ്ങൾ ഇപ്പോൾ ആഗ്രഹിക്കുന്ന എല്ലാ സ്നേഹവും ഇപ്പോൾ തന്നെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ കാണുക. നിങ്ങൾ ആഗ്രഹിക്കുന്ന പോലെയൊക്കെ ആ വ്യക്തി ഇപ്പോൾ നിങ്ങളെ സ്നേഹിക്കുന്നതായിട്ട് നിങ്ങൾ കാണുക. റിയലായിട്ട് കാണുക. ഇപ്പോൾ ഞാൻ ഈ ഡിസ്പ്ലേയിൽ ഒരു ചക്രം കാണിച്ചുതരും. വെരി പവർഫുൾ ചക്രമാണ്. നിങ്ങൾ രണ്ടുപേരെയും ഒന്നിപ്പിക്കുവാൻ ഉള്ളൊരു പവറുള്ള ഒരു ചക്രമാണത്. നിങ്ങളതിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കി ഇരുന്നു കൊണ്ട് മൗനമായിട്ട് ഞാൻ നേരത്തെ പറഞ്ഞു തന്ന പോലെയൊക്കെ നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങളുടെ മനസ്സിനെ ഫ്രീ ആക്കി ഇരുത്തിക്കൊണ്ട്, ഞാൻ പറഞ്ഞു മനസ്സിലായല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞു തന്ന അതേപോലെയൊക്കെ ഇമാജിനേഷൻ ചെയ്യുക. ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിട്ട് നിങ്ങൾ ഇമാജിനേഷൻ ചെയ്യുക. നിങ്ങൾ എത്ര സമയമാണ് ആ ചക്രത്തിൻ്റെ സെൻട്രൽ ഭാഗത്ത് നോക്കിയിരുന്ന് ഇമാജിനേഷൻ ചെയ്യേണ്ടത് എന്നുള്ളത് ഞാൻ കൃത്യമായിട്ട് ടൈം സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത്രയും സമയം നിങ്ങൾ ഇരുന്നാൽ മതി. ഓക്കെ. അപ്പോൾ എല്ലാവരും വളരെ ആത്മാർത്ഥമായി തന്നെ 100%, അതായത് നിങ്ങളിപ്പോൾ വ്യക്തമായിട്ട് മനസ്സിലാക്കിക്കൊള്ളുക, 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ഒന്നിക്കാൻ പോവുകയാണ്. വെറും 1 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ രണ്ടുപേരും വീണ്ടും പഴയ പോലെ ഒന്നിക്കാൻ പോവുകയാണ്. വളരെ ആത്മാർത്ഥമായി തന്നെ 100% ഇത് വിശ്വാസത്തോടുകൂടി ചെയ്യുക.
ഇനി നിങ്ങൾ ചെയ്യേണ്ടത് മുഖം കഴുകുക. ഒരു പ്രത്യേകിച്ച് കാര്യം എടുത്തു പറയാനുള്ളത്, 21 ദിവസം നിങ്ങളൊന്ന് മുടങ്ങാൻ ചെയ്യുക. പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ വീഡിയോ കണ്ട് 1 മണിക്കൂറിനുള്ളിൽ ഒന്നിച്ചവർ ആയാൽ പോലും നിങ്ങൾ 21 ദിവസം മുടങ്ങാതെ ചെയ്തിരിക്കും. അതിൽ യാതൊരു മാറ്റവും വരുത്തല്. നിങ്ങൾ 21 ദിവസം ഒന്ന് ആ ഒരു കൗണ്ടിങ് പൂർത്തിയാക്കുക. ഓക്കെ, അപ്പോൾ മനസ്സിലായല്ലോ, ഇത്രയും കാര്യങ്ങൾ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു. അപ്പോഴൊക്കെ ഇത്രയുള്ളൂ. എല്ലാവർക്കും ആയുസ്സും ആരോഗ്യവും ഐശ്വര്യ സമ്പത്തും സമാധാനവും ധാരാളം ഉണ്ടാകട്ടെ. ജസ്റ്റ് വ്ളോഗിന്റെ പുതിയൊരു വീഡിയോയിൽ വെച്ച് നമുക്ക് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും ബൈ ബൈ.